ഇന്ന് രാവിലെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് പാരന്റ്സ് കുട്ടികളൊക്കെ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പിള്ളേരുടെ തോളിൽ ക്രിക്കറ്റ് കിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പിലേക്കാണ് അവരുടെ പോക്ക്. സമ്മർ വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേർ വീട്ടിലിരുന്ന് യൂട്യൂബും മൊബൈൽ ഗെയിംസൊക്കെ കളിക്കുന്നതിന് പകരം ക്രിക്കറ്റ് കളിച്ച് വളരട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. പണ്ടൊന്നും ഇങ്ങനത്തെ പരിപാടികളില്ലായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ പാരന്റ്സും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല കാര്യം അല്ലേ. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് വിക്ടറി, പിന്നെ ഇപ്പോൾ നടക്കുന്ന IPL, പിന്നെ ഓഫ് കോഴ്സ് സഞ്ജു സാംസൺ, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പിള്ളേർക്ക് ഇപ്പം ക്രിക്കറ്റിനോട് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ഒരു ക്രേസും കോച്ചിങ്ങിനൊക്കെ പോകാനുള്ള താല്പര്യമൊക്കെ അതായിരിക്കണം അല്ലേ. സോ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലാൻഡ് T20 മാച്ച് ട്രിവാൻഡ്രത്ത് കാണാൻ പോയിരുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് പറയണ്ടായി, പരിചയത്തിൽ ആരുടെയെങ്കിലും മക്കളെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ കോച്ചിങ്ങിനൊക്കെ വിടുന്നുണ്ടെങ്കിൽ ദയവേത് അവരോട് ഒന്നും ചെയ്യരുത് എന്ന് പറയണം. കാരണം വേറൊന്നുമല്ല, അന്ന് കളി കണ്ടിട്ടുള്ളവർക്കും സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുള്ളവർക്കും പിന്നെ റീലിലും ഒക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള പിള്ളേരൊക്കെ എന്തിനാണ് അങ്ങനെ ഒരു മൊമെന്റിലൂടെ കടന്നു പോകേണ്ടി വരികയാണെങ്കിൽ അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത്. ബട്ട് ആക്ച്വലി ക്രിക്കറ്റ് അല്ലെങ്കിൽ എനി ടീം സ്പോർട്ട് ഫോർ ദാറ്റ് മാറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ കിഡ്. ബിക്കോസ് എനിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ സെൽഫിഷ് തോട്ട്സ് ഒക്കെ ഈ ടീം ഗെയിംസ് കളിക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. മറ്റേ ആളും കൂടെ നന്നായി കളിക്കണം, അയാളും കൂടെ ജയിക്കണം, എന്നാലേ നമ്മൾ ജയിക്കും. ഹാർഡ് വർക്ക്, ഡിസിപ്ലിൻ, ഇതൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആവും കുട്ടികളുടെ. അതുപോലെ ചെറിയ ചെറിയ ഫെയിലിയേഴ്സ്, സെറ്റ് ബാക്സ്, ലൈഫിൽ ചെറിയ ഫെയിലിയർ ഒക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നൊക്കെ കുട്ടികൾ ഈ ഗെയിംസിലൂടെയൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ പാരൻസ് അവരെ കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിലൊരു സഞ്ജു സാംസണൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തോറ്റ് ജയിക്കട്ടെ, അപ്പോഴല്ലേ ജയത്തിനൊരു വാല്യൂ അവർക്കുണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? ബട്ട് അവർക്ക് അതിൻ്റെ പ്രഷറുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ സപ്പോർട്ടും അതിനോടൊപ്പം ഉണ്ടെങ്കിൽ അവർ കളിച്ച് വളരും. ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് മേക്ക് ഷുവർ ദാറ്റ് ദേ എൻജോയ് ദ ഗെയിം. ലെറ്റ് ദം എൻജോയ് ദ ഗെയിം. ആൻഡ് ഈ ഒരു വെക്കേഷൻ നല്ലൊരു അടിപൊളി വെക്കേഷൻ ആവട്ടെ പിള്ളേർക്ക്. സഞ്ജു സാംസൺസ് ഉണ്ടാവട്ടെ മലയാളികൾക്കും കേരളത്തിനും.